പ്രമോദ് രാമൻ തുടരുന്നുണ്ട്. പ്രമോദ്, ഈ വിഭാഗീയതയുടെ ഘട്ടം അവസാനിച്ചു. ഏറ്റവും ഒടുവിലത്തെ പാർട്ടി സമ്മേളന കാലം കഴിയുമ്പോൾ ശക്തമായി എം വി ഗോവിന്ദൻ പറഞ്ഞുന്ന ഒരു കാര്യമാണത്. അപ്പോൾ VS എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചൊരു വ്യതിയാനത്തിൻ്റെ അടയാളമായിരുന്നോ? ശരിയായ പാതയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു എന്ന ഈ എം വി ഗോവിന്ദൻ്റെ പ്രതികരണം എന്താണ്? ആ സമരങ്ങളുടെ, ഉൾപാർട്ടി സമരങ്ങളുടെ കാലത്തെ പറ്റി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്? വേണു, അതിൽ VS ആയിരുന്നില്ല വിഭാഗീയതയുടെ പ്രതീകം, അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ ഒരുപക്ഷെ ഒരു VS-നെ എതിർക്കുന്നവർ ശ്രമിച്ചൊരു പീരീഡൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം VS എല്ലായിടത്തും VS-ന്റെ പക്ഷക്കാരാണ് വിഭാഗീയതയ്ക്ക് കാരണമാകുന്നത്. എന്താണ് വിഭാഗീയത എന്നതിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പമാണ് അങ്ങനെയൊരു സമീപനത്തിന് ഇടയാക്കിയത് എന്ന് വേണം കരുതാൻ. കാരണം ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ VS അതിൻ്റെ വക്താവായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ ഒരുപക്ഷെ അതാണ് ഞാൻ VS-ന്റെ ഒരു പഴയകാലം ഓർത്തെടുത്തത്. VS ഒരു പഴയകാലത്തെ VS ആയിരുന്നില്ല പിൽക്കാലത്ത് 2001 ശേഷം എന്നത് ഞാൻ തുടക്കത്തിലേ പറയാൻ ശ്രമിച്ചതായിരുന്നു. ഈ ആശയ സമരം എന്നാണ് VS ഒരുപക്ഷെ അതിനെ, ആ ഉൾപാർട്ടി ജനാധിപത്യ സമരത്തെ കണ്ടിരുന്നത് ആശയ സമരമായിട്ടാണ് അദ്ദേഹം എല്ലാ കാലത്തും വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലാവ്ലിൻ കേസിനെ കുറിച്ച് പറയേണ്ടി വന്നാലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പാർട്ടിക്കുള്ളിൽ നടത്തേണ്ടി വന്നിട്ടുള്ള സമരങ്ങളെക്കുറിച്ച് പറയേണ്ടി വന്നാലും അദ്ദേഹം വളരെ വ്യക്തമായി അതിന് രാഷ്ട്രീയമായി മാത്രമേ വിശദീകരിച്ചിട്ടുള്ളൂ, ആശയപരമായി മാത്രമേ അതിനെ വിശദീകരിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തോടൊപ്പം നിന്ന ആളുകൾ പോലും അങ്ങനെ തന്നെയാണ് അതിനെ കണ്ടത്. അല്ലാതെ വ്യക്തിപരമായി VS-ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ നൽകുന്ന ആൾക്കൂട്ടം മാത്രമായിരുന്നില്ല അത്. കേരളത്തിൽ ഉടനീളം അത്രയും വലിയൊരു ജനവിഭാഗം VS-നെ കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം നമുക്ക് അറിയുന്നതാണല്ലോ. അപ്പൊ ആ മുദ്രാവാക്യത്തിന് അദ്ദേഹത്തെ അർഹനാക്കുന്ന വിധത്തിൽ മാറ്റിയത് അതൊരു കേവലമായൊരു മനുഷ്യന്റെ മാറ്റം എന്നുള്ള നിലയിലല്ല. അത് ഈ പറയുന്ന ഉൾപാർട്ടി ജനാധിപത്യ സംഘർഷത്തെ, അല്ലെങ്കിൽ ആ യുദ്ധത്തെ അതിന് രാഷ്ട്രീയ സ്വഭാവം നൽകിയതിലൂടെയാണ്. എം വി ഗോവിന്ദൻ പറയുന്ന വിഭാഗീയത അവസാനിച്ചു എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് VS നിർജീവമായി എന്ന അർത്ഥത്തിൽ ആയിരിക്കണമെന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് യഥാർത്ഥത്തിൽ വിഭാഗീയത അവസാനിക്കുന്നത് മറ്റു പലതരത്തിലും പാർട്ടിയിലെ എല്ലാ ജില്ലകളിലും, ആലപ്പുഴയിൽ നമ്മൾ കണ്ടിരുന്നു, പാലക്കാട്ട് കണ്ടിരുന്നു, അങ്ങനെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, എറണാകുളം ജില്ലയിലെ ഉൾപാർട്ടി വിഭാഗീയത, അങ്ങനെ പല ജില്ലകളിലും നമ്മൾ കണ്ട ഈ വിഭാഗീയതകൾക്കൊക്കെ സംഘടനാപരമായ പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നൊരു ഒരു സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമായി പാർട്ടി നേടിയെടുത്ത ഒരു വിജയമാണ്. അങ്ങനെയാണ് വിഭാഗീയത ഇല്ലാതാവുന്നത്. സംസ്ഥാന തലത്തിൽ വിഭാഗീയത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് VS വളരെ ശക്തമായി നിലകൊണ്ടിരുന്ന കാലത്തും ഒരു വലിയ ചർച്ചയായിരുന്നു. ആശയ സമരമാണോ വിഭാഗീയതയാണോ ഇത് എന്നൊരു തരത്തിലുള്ള ചർച്ച തന്നെയായിരുന്നു അത്. പക്ഷേ പ്രാദേശികമായി വന്നപ്പോൾ അതൊരിക്കലും ആ സ്വഭാവത്തിലല്ല നിലനിന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അത് വ്യക്തികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില ഒരു ഗ്രൂപ്പുകളുടെ സ്വഭാവത്തിലേക്കും അത് കൈയടക്കുന്നതിലേക്കും, അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കൈയടക്കുന്നതിലേക്കും മറ്റുമൊക്കെയുള്ള സംഗതികൾ നടന്നിട്ടുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ നടക്കുന്ന മത്സരം മാത്രമായിരുന്നില്ല അത് പലതരത്തിലുള്ള സമീപനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ വിവിധ ചേരികളായി തിരിയുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് ഈ ജില്ലാ ഘടകങ്ങളിലും അതിന് താഴെയുള്ള ഘടകങ്ങളിലും ഒക്കെ നടന്നിരുന്നത്. അത് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ആവശ്യകതയാണ്. അത് സംഘടനാപരമായ ഒരു പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. സംഘടനാപരമായ ഒരിക്കലും അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. പക്ഷെ VS സംസ്ഥാന തലത്തിൽ തന്നെ മുന്നോട്ട് വച്ച പല വിഷയങ്ങളിലുമുള്ള സമീപനം അത്തരത്തിലുള്ള ഒന്നായിരുന്നില്ല. അത് ആശയപരമായിരുന്നു. അത് വളരെ കൃത്യമായി തന്നെ ചില വിഷയങ്ങളെ മുൻനിർത്തിയായിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ വേണു, ഒരുപക്ഷെ ഐസ്ക്രീം പാർലർ കേസിൽ VS എടുത്തിരിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ആ ഐസ്ക്രീം പാർലർ കേസിന് അങ്ങനെ ഒരു രാഷ്ട്രീയമായ മുഖം നൽകാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്ന എത്രയോ പെൺവാണിഭ കേസുകളുണ്ട്. ഒരു ഭാഗത്ത് PK കുഞ്ഞാലിക്കുട്ടി അതിൽ എതിർപക്ഷത്തുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടല്ല അത് രാഷ്ട്രീയമായി മാറിയത്. അതിനകത്ത് രാഷ്ട്രീയമായി മാറുന്നതിന് അധികാരസ്ഥാനത്തുള്ളവർ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു രീതി വളർന്നു വരുന്നു, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ്
വി എസ് അതിനെ കണ്ടത്. അധികാര സ്ഥാനത്തിരുന്നുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ച് കേന്ദ്രങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ഒരുപക്ഷെ പെൺകുട്ടികളെ പീഡിപ്പിക്കുക എന്നത് അങ്ങേയറ്റം ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് വി എസ് കണ്ടത്. അതുകൊണ്ടാണ് ആ ഐസ്ക്രീം പാർലർ കേസിൽ വി എസ് അത്ര കർശനമായ പോരാട്ടങ്ങൾ നടത്തിയത് എന്ന് കാണാം. അത് കേവലമായ ഒരു രാഷ്ട്രീയത്തിന് ഉപരിയായി നിൽക്കുന്ന വലിയൊരു ഒരു പൊളിറ്റിക്സ് അതിനുണ്ട്. അതാണ് അദ്ദേഹം എല്ലാ കാലത്തും മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ കാണുന്നത്. അത് തന്നെയാണ് അദ്ദേഹം അഴിമതിയുടെ കാര്യത്തിലും, അത് തന്നെയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ കാര്യത്തിലും, അത് തന്നെയാണ് മറ്റു ചില വിഷയങ്ങളുടെ കാര്യത്തിലും ഒക്കെ അദ്ദേഹം എന്നും മുന്നോട്ട് വച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന വിഭാഗീയത അവസാനിച്ചോ ഇല്ലയോ എന്നത് വി എസിന്റെ കാലയളവുമായി ബന്ധപ്പെട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്പൂർണ്ണമായ തെറ്റാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും.